ായിരുന്നു. സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും മദ്യനയം LDFൽ അവതരിപ്പിക്കാതെ വൈകിപ്പിക്കുന്നതിൽ പ്രതിഷേധം അറിയിച്ച് RJD. ഇന്ന് RJDയുടെ നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരും. എലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്ക് ചർച്ച കൂടാതെ സർക്കാർ അനുമതി നൽകിയതിലും RJDക്ക് കടുത്ത വിയോജിപ്പുണ്ട്. വിഷയത്തിൽ മുന്നണിയോട് പാർട്ടി പുനഃപരിശോധന ആവശ്യപ്പെടും. വിവരങ്ങളുമായി സൂര്യഗായത്രി ഉണ്ട്. സൂര്യഗായത്രി, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിര 2023 ആദ്യ മദ്യനയം വന്നു. അതിന് ശേഷം രണ്ടാമത്തെ മദ്യനയം അത് 2024 മാർച്ചോടുകൂടി അതിന്റെ ചർച്ചകളൊക്കെ പൂർത്തിയായി ഏപ്രിലോടുകൂടി അത് പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും മുന്നണിയിൽ മദ്യനയം സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചയും നടത്താത്തതിൽ കഴിഞ്ഞ ദിവസം തന്നെ RJD വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സർക്കാരിന്റെ മറ്റ് കാര്യങ്ങളിൽ RJD സാധാരണഗതിയിൽ അങ്ങനെ ഇടപെടാറില്ല. പക്ഷേ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ട് ചർച്ച നടത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം അത് RJയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരികയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എലപ്പുള്ളി മദ്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിമർശനങ്ങൾ തന്നെയാണ്. ഘടകകക്ഷികൾ ഓരോന്നായിട്ട് മദ്യ പ്ലാന്റിനെതിരെയുള്ള വിമർശനം അത് സർക്കാരിനെതിരെ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. CPI വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് കഴിഞ്ഞ ദിവസം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പാർട്ടി പത്രത്തിൽ അടക്കം തങ്ങളുടെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം JDS ഉൾപ്പെടെയുള്ളവർ മദ്യപ്ലാന്റ് വരുന്നതിനെ പ്രതികൂലിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തി. ഇപ്പോൾ RJDയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഈ ഒരു മദ്യപ്ലാന്റ് വരാൻ പോകുന്നത് എന്നുള്ള തെളിവുകളടക്കം നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നതാണ്. മറ്റു വകുപ്പുകളോടക്കം സർക്കാരിനുള്ളിൽ തന്നെ ചർച്ചകളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ മുന്നണിക്കുള്ളിലും അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഘടകകക്ഷികളുടെ അടക്കം വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആ ചർച്ച നടത്തിയില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഘടകകക്ഷികൾ ഉയർത്തുന്നുണ്ട്. RJD നിലവിൽ ഈ മദ്യപ്ലാന്റിന് അനുമതി നൽകിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പുനഃപരിശോധന നടത്തണമെന്നൊരു ആവശ്യം അത് CPIM-നോട് ഉന്നയിക്കാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ നേതൃയോഗം RJDയുടെ നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഈ യോഗത്തിലടക്കം ഈ മദ്യനയം എന്തുകൊണ്ട് മുന്നണിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അതും കൂടാതെ തന്നെ മദ്യപ്ലാന്റിന് പുനഃപരിശോധന മദ്യപ്ലാന്റ് വരുന്നതിനെതിരെ അല്ലെങ്കിൽ മദ്യപ്ലാന്റിന് നൽകിയ അനുമതിക്കെതിരെ ഒരു പുനഃപരിശോധന നടത്തണമെന്നൊരു ആവശ്യം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലവിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. മുന്നണിക്കുള്ളിൽ ഇത് എത്രയും വേഗം തന്നെ ചർച്ച ചെയ്യണം, മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യണം എന്നൊരു ആവശ്യം RJD ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അടുത്ത LDF യോഗമെന്ന് പറയുന്നത് ഏറെ നിർണായകമായിരിക്കും. അത് CPIM-നെ സംബന്ധിച്ചിടത്തോളം പുതിയ ഈ എലപ്പുള്ളിയിൽ മദ്യപ്ലാന്റിന് അനുമതി നൽകിയെങ്കിലും എന്തുകൊണ്ട് മുന്നണിക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടത്തിയില്ല, ഘടകകക്ഷികളോടക്കം എന്തുകൊണ്ട് അഭിപ്രായം തേടിയില്ല എന്നുള്ളൊരു ചോദ്യം അത് LDF യോഗത്തിൽ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. CPI അടക്കം യോഗം കൂടുന്ന സമയത്ത് അത്തരത്തിൽ തങ്ങളുടെ വിയോജിപ്പ് അറിയിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. JDS-ഉം അത്തരത്തിൽ വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. RJD കൂടി അത്തരത്തിൽ മദ്യ പ്ലാന്റ് വരുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്നൊരു ആവശ്യം മുന്നണിക്കുള്ളിൽ വെക്കുമ്പോൾ മദ്യപ്ലാന്റുമായി സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അത് CPIM വിശദീകരിക്കേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും RJD ഏറ്റവും മുന്നിലായിട്ട് പറയുന്നത് ഈ മദ്യനയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. അതിന് ശേഷമാണ് ഈ എലപ്പുള്ളി വിഷയത്തിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ സഭ ചേരുന്ന സമയമായതുകൊണ്ട് തന്നെ 7-ാം തീയതി ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ LDF യോഗം കൂടാനുള്ള സാധ്യത. ആ യോഗത്തിൽ ഈ വിഷയങ്ങൾ അടക്കം ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് RJD അടക്കമുള്ള ഘടകകക്ഷികളുടെ ആവശ്യം. സൂര്യഗായത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ നിലപാട് എന്താണെന്നാണ്, കടുത്ത പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. എപ്പോഴാണ് ഈ നേതൃയോഗം ചേരുന്നത്, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? RJDയുടെ നേതൃയോഗം ഇന്ന് ഇപ്പോൾ ചേരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് അടക്കം ഇന്നലെ കടുത്ത ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ചേരുന്ന യോഗത്തിൽ ഈ വിഷയങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുകയും മുന്നണിയുടെ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടണമെന്നടക്കം കാര്യങ്ങൾ നേതാക്കൾ തമ്മിൽ തീരുമാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അടുത്ത LDF മുന്നണി യോഗം ചേരുന്ന സമയത്ത് ഈ മദ്യനയം എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അതുപോലെ തന്നെ
തന്നെ എലപ്പുള്ളി മദ്യ പ്ലാന്റിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് കൂടിയാലോചന നടത്തിയില്ല അടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഒരുപക്ഷെ നേതൃയോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഘടകകക്ഷികൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഈ ഒരു വിഷയത്തിൽ അത് CPIM-നെതിരെ ഒരു പ്രതിരോധം തീർക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ അത് CPIM-നെ പ്രതിരോധത്തിലാക്കുന്ന നിലപാട് ഘടകകക്ഷികൾ സ്വീകരിക്കുമ്പോൾ അവരെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി CPIM-ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും LDF യോഗത്തിൽ ഈ വിയോജിപ്പുകൾ ഘടകകക്ഷികൾ അറിയിക്കുമ്പോൾ അവരെ അനുനയിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കും CPIM-ഉം സർക്കാരും എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് ഇപ്പോൾ 7-ാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും LDF യോഗം ചേരുന്നത്. ഇന്നിപ്പോൾ RJD-യുടെ നേതൃയോഗമാണ് തിരുവനന്തപുരത്ത് വെച്ച് ചേരുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.